കഴിഞ്ഞ 10 കൊല്ലത്തിനിടയ്ക്ക് നരേന്ദ്രമോദി ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവന്ന എല്ലാ നടപടികളെയും തെറ്റായ എല്ലാ നടപടികളെയും എതിർക്കുന്നതിൽ മുൻനിറുന്ന ഒരു പാർട്ടിയാണ് CPIM. അത് ജമ്മു കാശ്മീരിലെ 370-ാം വകുപ്പ് സ്ക്രാപ്പ് ചെയ്ത് മുതൽ പൗരത്വ ഭേദഗതി നിയമം അടക്കം ഇത്രയും ശക്തമായ തീവ്രമായൊരു നിലപാട് ഇന്ത്യ രാജ്യത്ത് സ്വീകരിച്ചൊരു പ്രസ്ഥാനം. ഞങ്ങളാരും ഈ കർഷക പ്രക്ഷോഭം ഉയർന്നു വന്നപ്പോൾ രാജ്യം വിട്ട് ഒളിസങ്കേതങ്ങളിലേക്ക് പോയിട്ടില്ല. ഞങ്ങളുടെ നേതാക്കന്മാർ അറസ്റ്റ് വരിക്കാനുണ്ടായിരുന്നു, ജയിലിൽ കിടക്കാനുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഫാസിസത്തിനെതിരായ ഞങ്ങളുടെ നിലപാട് എന്താണെന്നുള്ളത് 2004 ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. 63 MPമാരുമായി ഇടതുപക്ഷം പാർലമെൻറ്റിൽ പോയി അന്നത്തെ കോൺഗ്രസ് ഉൾപ്പെടുന്ന ഒരു പൊതു മിനിമം പരിപാടി അടിസ്ഥാനത്തിൽ പിന്തുണ കൊടുത്തത് നിലപാടാണ്. ആ നിലപാട് ഇപ്പോഴും തുടരുമെന്ന് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ബാബറി മസ്ജിദ് പൊളിക്കാൻ വന്നപ്പോൾ ബ്ലാങ്ക് ചെക്കുമായി സഖാവ് സുർജിത്ത് പോയത് ഞങ്ങളുടെ നിലപാടാണ്. അതുകൊണ്ട് ഓരോ ദിവസവും രാവിലെ പ്രജ്വൽ രേവണ്ണ അല്ലെങ്കിൽ മറ്റൊരു കാര്യം ഇങ്ങനൊരു ദിവസം സംസാരിക്കാനില്ല. ഫാസിസത്തിനെതിരായ നിങ്ങളുടെ നിലപാടിൽ ഇടതുപക്ഷത്തിനെ പോലെ കൺസിസ്റ്റൻസി ആർക്കാവുള്ളത്? ഇടതുപക്ഷത്തിനല്ലാതെ കൺസിസ്റ്റൻസി മറ്റാർക്കുമില്ല. ആ ഇടതുപക്ഷത്തിനെതിരെ വന്നത് BJPയെ സന്തോഷിപ്പിച്ചു എന്നാണ് ഞങ്ങളുടെ കേസ്. വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി വന്നത് BJPയെ സന്തോഷിപ്പിച്ചു. അതിൻ്റെ ഭാഗമായി BJPയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള പൊതു പാരസ്പര്യം വന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു. 10 കൊല്ലത്തിനിടയ്ക്ക് കേരളത്തിൻ്റെ ഏതെങ്കിലും വിഷയത്തിൽ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ നിലപാട് സ്വീകരിച്ചോ? നരേന്ദ്രമോദിയെ വിഷമിപ്പിക്കുന്ന നിലപാടുകൾ പറഞ്ഞോ? കേരളത്തിന് പണം തരുന്നില്ല എന്ന് പറഞ്ഞാൽ മോദിക്ക് വിഷമമാണ്. രാഹുൽ ഗാന്ധി അത് പറഞ്ഞിട്ടില്ല. മോദിക്ക് വിഷമമുള്ളൊരു കാര്യം രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ല. ഞാൻ പറയട്ടെ കേരളത്തെ സാമ്പത്തികമായി തകർക്കുകയാണെന്ന് വയനാട് നിങ്ങൾ എന്റെ സമയത്ത് ഇടപെടാതെ നിങ്ങൾ എന്ത് പാർട്ടിയാർക്കാണ് ഇപ്പൊ കാണിക്കുന്നത്? അല്ലല്ല, പക്ഷേ പ്രശ്നമുള്ളത് രാഹുൽ ഗാന്ധി മോദിക്കെതിരെ ആ വിമർശനത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. നിങ്ങൾ പ്രത്യയശാസ്ത്രപരമായി വിമർശിക്കണം. നിങ്ങൾ വർഗസമര രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ വിമർശിക്കണം. എനിക്ക് സമയമുള്ളൂ. കേസിപ്പെട്ടു പോകുന്നത് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ളതല്ല. നോക്കൂ, ഞാൻ പറയാൻ ശ്രമിക്കുന്നത് രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് അമേഠിയിൽ മത്സരിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല. വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണോ അല്ലയോ എന്നുള്ളതൊക്കെ മറ്റൊരു പ്രശ്നമാണ്. അത് വയനാട്ടിലെ ജനങ്ങൾക്ക് അവരുടെ ഉത്തരം എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ലല്ലോ. ജൂൺ 4-ം തീയതി അല്ലേ വയനാട്ടിലെ ജനങ്ങൾ നരേന്ദ്രമോദി എന്തോന്ന് ദക്ഷിൺ ഭാരത് മത്സരിക്കുന്നില്ല? അത് പറയും. നരേന്ദ്രമോദി എന്തോന്ന് മത്സരിക്കുന്നില്ല? കേരളം മത്സരിക്കട്ടെ. അതിന്റെ മറുപടി എന്താ പറയാത്തത്? അത് പറയും. അത് നിങ്ങൾക്ക് ഞങ്ങളോട് എപ്പോഴും ചോദ്യം, നിങ്ങൾ നാരറ്റീവ് സെറ്റ് നിങ്ങളുടെ മറുപടിയില്ല. പറയൂ, വേഗം പറയൂ. നരേന്ദ്രമോദി മത്സരിച്ചിട്ടില്ല. പേടിച്ചിട്ട് ഓടിപ്പോയതാ നരേന്ദ്രമോദി. പറയൂ. പാർട്ടി തീരുമാനിച്ചത്.